പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കാര്യം നമുക്ക് എന്തോ വെളുത്തുള്ളി മിശ്രിതം എന്നൊക്കെ പറയണില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും തെളിച്ചിട്ടാ നല്ലതാണോ? അത് എങ്ങനെയാ അത് വെളുത്തുള്ളിയുടെ എന്താ ചെയ്യണ്ടേന്നും കൂടെ ഒന്ന് പറഞ്ഞു തരും. എന്താ വെച്ചാൽ ഞങ്ങളുടെ സൈഡിലും ബാക്കിലും പറമ്പ് ഒത്തിരി കാട് പിടിച്ച് കിടക്കണത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാമ്പുകൾ മതിൽമക്കോടെയും അല്ലെങ്കിൽ പുറത്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ പിള്ളേരുള്ള കാരണം എനിക്ക് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു പേടിയാണ്. അപ്പൊ എന്തെങ്കിലും വല്ലതും ചെയ്താൽ കുറച്ച് നമുക്ക് കുറയോ പാമ്പിന്റെ ശല്യം? അതായത് ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വെളുത്തുള്ളി മാത്രമല്ല, അതുപോലെ തന്നെ പാൽക്കായം, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് മണ്ണെണ്ണയാണ്. സംഭവം മണ്ണെണ്ണ ഒരു കെമിക്കലാണ്. നമുക്കറിയാം, പാമ്പിന്റെ മേലായി കഴിഞ്ഞാൽ പാമ്പിന്റെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ സ്കിന്ന് അല്ലെങ്കിൽ അവരുടെ ശൽക്കങ്ങളൊക്കെ എന്താ പറയുക, ഈ മണ്ണെണ്ണ മൂലം, ഈ അതിന്റെ ഒരു ആസിഡ് പവർ മൂലം ഇതൊക്കെ നശിച്ചു പോകുന്നുണ്ട്, സ്കിൻ നശിച്ചു പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പാമ്പ് മരണപ്പെടാനുള്ള സാധ്യത ഒരുപാടാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത്തരത്തിലൊരു അപകടം ഉള്ളത് കൊണ്ട് ഈ പറയുന്ന മണ്ണെണ്ണ അല്ലെങ്കിൽ പാൽക്കായം അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതെല്ലാം നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊക്കെ തെളിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരാതിരിക്കുമോ അല്ലെങ്കിൽ വരാതിരിക്കില്ലേ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. സംഭവം ഞാനൊരു റെസ്ക്യൂറാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെല്ലുന്ന ഭൂരിഭാഗം വീടുകളിലും ഈ പറയുന്ന മണ്ണെണ്ണയും പാൽക്കായും വെളുത്തുള്ളിയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ ഈ പറയുന്ന പാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വണ്ടിയുടെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാറുണ്ട്. അതുപോലെ റേഷൻ കട മണ്ണെണ്ണ ക്യാൻ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് വളരെ കൂളായിട്ട് ഒരു എലിയൊക്കെ പിടിച്ചിരിക്കുന്ന മൂർഖൻ പാമ്പുകളെ പോലുള്ള വിഷമുള്ള പാമ്പുകളെ പോലും നമ്മൾ റെസ്ക്യൂ ചെയ്യാറുണ്ട്. വെളുത്തുള്ളി ചാക്കിന്റെ സമീപത്ത് നിന്ന് രാജവമ്പാലയെ വരെ റെസ്ക്യൂ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പാമ്പുകൾക്ക് നമ്മളെപ്പോലെ അല്ല അവർ സ്മെല് ചെയ്യുന്നത്. ഇനി അവർക്ക് സ്മെല് ചെയ്യാനുള്ള കഴിവുണ്ട്. അവര് നമ്മളെപ്പോലെ മൂക്ക് ഉപയോഗിച്ചിട്ടല്ല അവർ സ്മെല് ചെയ്യുന്നത്. പാമ്പുകളുടെ നാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർക്ക്ഡ് ആയിട്ടുള്ള രണ്ട് വശങ്ങളിലേക്ക് മുറിഞ്ഞിട്ടുള്ള നാക്കാണ് പാമ്പുകളുടെ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാമായിരിക്കും, ചിത്രത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാമ്പുകളുടെ നാക്ക് അവർ ഉപയോഗിക്കുന്നത് മണക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാമ്പിന്റെ നാക്ക് പുറത്തേക്ക് നീട്ടുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ആ ഒരു കെമിക്കൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഓഡർ പാർട്ടിക്കിൾസ് എന്ന് പറയും. അതായത് മണമുള്ള, ഇപ്പൊ നമ്മൾ മൂക്ക് കൊണ്ട് അപ്പുറത്തെ വീട്ടില് ചിക്കൻ കറിയാണോ അല്ലെങ്കിൽ ബീഫ് ആണോ വെക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മൂക്കിലേക്ക്, അന്തരീക്ഷത്തിലെ ആ വായുവിലൂടെ നമ്മുടെ മൂക്കിലേക്ക് ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഓഡർ പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ പാർട്ടിക്കിൾസ് നമ്മുടെ മൂക്കിലേക്ക് വന്ന് തട്ടുമ്പോൾ, മൂക്കിൻ്റെ ഉള്ളിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സിൽ വന്ന് തട്ടുമ്പോഴാണ് നമ്മളത് ഇന്ന സംഭവമാണ് നമ്മുടെ ബ്രെയിൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതേപോലെ തന്നെ പാമ്പുകൾക്ക് മൂക്കല്ല, പകരം അവര് നാക്ക് ഉപയോഗിച്ച് നാക്കില് പറ്റിപ്പിടിക്കുന്ന ഈ പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ ഓഡർ പാർട്ടിക്കിൾസ് പറ്റിപ്പിടിക്കുന്നു, നാക്കിന്റെ ഉള്ളിലോട്ട് വലിക്കുമ്പോൾ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്തിട്ട് വൊമിറോ നാസൽ ഓർഗൻ എന്ന് പറയുന്ന മണക്കുവാനായിട്ട് അവർക്ക് ബദലായിട്ടുള്ള മറ്റൊരു അല്ലെങ്കിൽ ഒരു അവയവമാണ്. ഈ അവയവത്തിലേക്കാണ് ഈ ഒരു പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ഈ ഒരു നാക്ക് വന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ബ്രെയിനിലേക്ക് കണക്ട് ചെയ്ത് സിഗ്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലാണ് പാമ്പുകൾ ഈ മണോ അല്ലെങ്കിൽ സ്മെല്ലൊക്കെ തിരിച്ചറിയുന്നത്. പക്ഷേ എങ്കിലും ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടിൽ മണ്ണെണ്ണയോ പാൽക്കായോ വെളുത്തുള്ളിയോ ഒക്കെ തെളിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ആ ഒരു സ്മെല്ല് അവിടെ ഉണ്ടെങ്കിൽ പാമ്പിനത് ഒരു പക്ഷേ തിരിച്ചറിയാമായിരിക്കാം. പക്ഷേ പാമ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതൊരു അപകടകരമായിട്ടുള്ള വസ്തുവാണ് എന്നുള്ളൊരു ബോധമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്താ പറയാ വൈഡായിട്ടുള്ളൊരു വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും പാമ്പുകൾക്കില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ സ്മെല്ല് ഒരു പക്ഷേ പാമ്പിന് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ഇപ്പൊ മണ്ണെണ്ണയാണെങ്കിൽ ആ മണ്ണെണ്ണയുടെ ആ ഒരു കെമിക്കൽ പാർട്ടിക്കിൾസ് ആ പാമ്പിനെ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് തനിക്ക് അപകടകരമായിട്ടുള്ള സംഭവമാണ്, ഞാൻ അങ്ങോട്ട് പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള വിവരമോ പാമ്പിനില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പാമ്പുകളെ ഏറ്റാൻ നിങ്ങൾ മണ്ണെണ്ണയോ പാൽക്കായോ വെളുത്തുള്ളിയോ, ചില വീടുകളിൽ ഇതൊന്നും കിട്ടാത്ത സിറ്റുവേഷനിൽ വീട്ടിൽ കാണുന്ന ഇഞ്ചി പച്ചമുളക് വരെ അരച്ച് കലക്കിയിട്ട് പാമ്പിനെ അകറ്റാൻ വേണ്ടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാർബോളിക് ആസിഡ് പോലെയുള്ള വളരെ മാരകമായിട്ടുള്ള പെസ്റ്റിസൈഡ് പോലുള്ള കെമിക്കലുകൾ, മനുഷ്യന് വരെ ദോഷകരമാവുന്ന കെമിക്കലുകൾ വരെ പാമ്പ് വരാതിരിക്കാൻ എന്ന പേരിൽ നമ്മുടെ വീടിന് ചുറ്റുപാടും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. സംഭവം പാമ്പുകൾ വരാതിരിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് പാമ്പിന്റെ സ്വഭാവം എന്താണ്, പാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കുക. പാമ്പുകൾ പ്രധാനമായിട്ടും നമ്മുടെ വീടിനോട് ചേർന്നും അല്ലെങ്കിൽ വീടിനകത്തേക്കും വരുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഇരകളായിട്ടുള്ള ചെറുജീവികളായിട്ടുള്ള എലികൾ അല്ലെങ്കിൽ ഓന്ത്, പല്ലി തുടങ്ങിയ വളരെ ചെറിയ ജീവികളൊക്കെയാണ് പാമ്പുകളുടെ ഭക്ഷണം. അപ്പോ അത്തരം ജീവികൾ നമ്മുടെ വീടിന് ചുറ്റുപാടും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക, വീക്ഷിക്കുക. നമ്മുടെ വീടിനകത്തേക്ക് അത്തരം ജീവികൾ കടന്നു വരുന്നുണ്ടോ, എലികളൊക്കെ വീടിനകത്തേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് വീടിന്റെ ചുറ്റുപാടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാം. ഈ പറയുന്ന ചെറിയ ജീവികളൊക്കെ ഏതെങ്കിലും മാളങ്ങളിലോ അല്ലെങ്കിൽ വിറക് കൂട്ടിയിടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തോ, അല്ലെങ്കിൽ കല്ലുകൾ കൂട്ടിയിടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തോ, ഈ ഓലമടലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ എവിടെയെങ്കിലും ഡംപ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്തൊക്കെയാണ് ഈ പറയുന്ന ചെറിയ ജീവികൾ, എലികൾ, പല്ലികൾ, ഓന്തുകളൊക്കെ വരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും പാമ്പ് വീട് നമ്മുടെ വീടിനോട് ചേർന്നും മനുഷ്യവാസമുള്ള മനുഷ്യൻ പെരുമാറുന്ന സ്ഥലങ്ങളിലും പാമ്പ് വരും. അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടത്. അത്തരം സാഹചര്യങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കുക. വളരെ വൃത്തിയായിട്ട് മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാളങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അടച്ച് ഇതുപോലെ ഡംപ് ചെയ്ത് വേസ്റ്റുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൃത്യമായിട്ട് ഇവർക്ക് ഒളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ, എന്നെനിക്ക് പറയാൻ പറ്റുള്ള, ഒരു പരിധി വരെ പാമ്പുകളെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ വീടിനകത്തേക്ക് വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പേര് നമ്മളോട് വ്യക്തിപരമായി നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരാം. ഓക്കെ.